ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയുടെ FAQനെ കുറിച്ചാണ്. ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഒത്തിരി നഴ്സസ് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയുടെ ഡൗട്ട്സ് ഇപ്പോഴും ചോദിക്കാറുണ്ട്. സോ UK, അയർലൻഡ്, കാനഡ, US, സിംഗപ്പൂർ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് വേണ്ടിയിട്ടുള്ളൊരു പാത്വേ ആണ് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് മെൻ്റൽ ഹെൽത്ത്, ഡിസബിലിറ്റി, പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേക്ക് എലിജിബിൾ ആണോ, 2017 ശേഷം MSc നഴ്സിംഗ് കഴിഞ്ഞവർ ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേക്ക് എലിജിബിൾ ആണോ, കാനഡയിലെ എല്ലാ പ്രൊവിൻസസിലും ഉള്ള രജിസ്റ്റേർഡ് നഴ്സസ് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേക്ക് എലിജിബിൾ ആണോ, 2017 ശേഷം പോസ്റ്റ് BSc കംപ്ലീറ്റ് ചെയ്തവർ ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേക്ക് എലിജിബിൾ ആണോ, ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേക്ക് ഇംഗ്ലീഷ് സ്കോർ റിക്വയർഡ് ആണോ, 2017 മുമ്പ് BSc നഴ്സിംഗ് പാസ് ഔട്ട് ആയ UK, അയർലൻഡ്, കാനഡ, US, സിംഗപ്പൂർ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ഇതിന് എലിജിബിലിറ്റി ഉണ്ടോ, GNM കംപ്ലീറ്റ് ചെയ്ത നഴ്സസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്, അവർക്ക് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയുടെ എലിജിബിലിറ്റി ഉണ്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒത്തിരി നഴ്സസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലും ഈ പറഞ്ഞ 6 കൺട്രിയിൽ വർക്ക് ചെയ്യുന്നവർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മളെടുത്ത് റെഗുലറായിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയുടെ FAQയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേ എന്ന് നോക്കാം. ഞാൻ പല വീഡിയോസിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാലും പലരും സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയിലൂടെ എല്ലാവർക്കും എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. സോ എന്താണ് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേ? UK, അയർലൻഡ്, US, സിംഗപ്പൂർ, സ്പെയിൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേ ആപ്ര ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 2025 മുതലാണ് ഈ ഒരു റൂള് നിലവിൽ വന്നത്. ഇതിനകത്തുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കണ്ടീഷനാണ് വരുന്നത് മെയിനായിട്ട്. ഒന്ന് അവരുടെ എക്സ്പീരിയൻസ്, രണ്ടാമത്തേത് അവരുടെ ക്വാളിഫിക്കേഷൻ. സോ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മിനിമം ബാച്ചലർ ഓഫ് നഴ്സിംഗ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേക്ക് എലിജിബിലിറ്റി ഉള്ളൂ. മിനിമം ബാച്ചിലേഴ്സ് വേണം. അതല്ലാതെ ബാച്ചലർ ഓഫ് നഴ്സിംഗോ പോസ്റ്റ് BScയോ GCAN കോഴ്സോ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കും ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയുടെ എലിജിബിലിറ്റി ഉണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത ഇയർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2017 ജനുവരിക്കോ അതിന് ശേഷമോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയുടെ എലിജിബിലിറ്റി കിട്ടുകയുള്ളൂ. അതായത് 2017 മുൻപ് പാസ് ഔട്ട് ആയ നഴ്സസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാത്വേയുടെ എലിജിബിലിറ്റി ഉണ്ടായിരിക്കുകയില്ല. ഇനി എക്സ്പീരിയൻസ് നോക്കാം. എക്സ്പീരിയൻസ് മിനിമം 1 ഇയർ അല്ലെങ്കിൽ 1800 അവേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് UKയിൽ നിന്നോ അയർലൻഡിൽ നിന്നോ കാനഡ, US, സിംഗപ്പൂർ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വേണം. സോ ഈ 2 റിക്വയർമെന്റ് മീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേക്ക് എലിജിബിൾ ആണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇനി നമ്മൾക്ക് FAQസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മെൻ്റൽ ഹെൽത്തിലോ ഡിസബിലിറ്റിയിലോ പീഡിയാട്രിക്സിലോ വർക്ക് ചെയ്യുന്ന ഈ 3 ഡിപ്പാർട്ട്മെന്റിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന നഴ്സസിന് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയുടെ എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. സോ UKയിലോ അയർലൻഡിലോ കാനഡ, US, സിംഗപ്പൂർ, സ്പെയിൻ ഈ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ 3 ഡിപ്പാർട്ട്മെന്റിലും ആണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളതെങ്കിൽ നിങ്ങൾ ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേക്ക് എലിജിബിൾ അല്ല. നിങ്ങൾക്ക് ഓസ്ട്രേലിയയുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ എക്സാംസ് ആയ OBA പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട്. അതായത് NCLEX OSCE ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ UKയിൽ മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആണെന്ന് വെക്കുക. 2017 ശേഷമാണ് അവരുടെ ക്വാളിഫിക്കേഷൻ വരുന്നതെങ്കിലും അവർ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് മെൻ്റൽ ഹെൽത്തിലോ പീഡിയാട്രിക്കിലോ ഡിസബിലിറ്റിയിലോ ആണെങ്കിൽ അവർക്ക് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയുടെ എലിജിബിലിറ്റി ഇല്ല. സോ അവർ ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേ മാറ്റി OBAയുടെ പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട്. ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, MSc നഴ്സിംഗ് 2017 ശേഷമാണ് കംപ്ലീറ്റ് ചെയ്തത്. സോ മെയിൻ ക്വാളിഫിക്കേഷൻ MSc അല്ലേ? 2017 മുമ്പ് BSc കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ അവർ MSc കംപ്ലീറ്റ് ചെയ്തത് 2017 ശേഷമാണ്. അങ്ങനെയുള്ളവർക്ക് എലിജിബിലിറ്റി ഉണ്ടാവില്ലേ എന്ന് ഒത്തിരി നഴ്സസ് നമ്മളോട് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ്, 2017 ശേഷമാണ് MSc ചെയ്തതെങ്കിലും നിങ്ങളുടെ മെയിൻ ക്വാളിഫിക്കേഷനായിട്ട് ആപ്ര കൺസിഡർ ചെയ്യുന്നത് മാസ്റ്റർ ഓഫ് നഴ്സിംഗ് അല്ല, ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് ആണ്. നിങ്ങൾ ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് 2017 മുമ്പാണ് കംപ്ലീറ്റ് ചെയ്തതെങ്കിലും MSc നഴ്സിംഗ് 2017 ശേഷമാണെങ്കിലും നിങ്ങൾ ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേക്ക് എലിജിബിൾ അല്ല. നിങ്ങൾ OBAയുടെ പ്രൊസീജിയർ ചെയ്യേണ്ടതുണ്ട്. സോ MSc നഴ്സിംഗിന്റെ ഇയർ ഓഫ് കംപ്ലീഷൻ അല്ല ആപ്ര നോക്കുന്നത്. 2017 ശേഷം BSc കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതാണ് ആപ്രയുടെ റിക്വയർമെന്റ്. ഇനി അടുത്തതായി വരുന്നതാണ്
കാനഡയിലെ എല്ലാ പ്രൊവിൻസസിലും വർക്ക് ചെയ്യുന്ന നഴ്സസിന് ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേ ആപ്ലിക്കബിൾ ആണോ? അല്ല. കാനഡയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ BC ബ്രിട്ടീഷ് കൊളംബിയ ഓർ ഒണ്ടാരിയോ ഈ 2 പ്രൊവിൻസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു എലിജിബിലിറ്റി ഉള്ളൂ. 2017 ശേഷമായിരിക്കണം നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് മിനിമം 1 ഇയർ ഓർ 1800 അവേഴ്സും ഉണ്ടായിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ 3 ഡിപ്പാർട്ട്മെൻറ്റിലെ വർക്ക് എക്സ്പീരിയൻസും ആയിരിക്കരുത്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ BCയിലോ ഒണ്ടാരിയോയിലൊക്കെ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ നിങ്ങൾ ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേ വഴി എലിജിബിൾ ആണ്. അല്ലാത്തവർ ഓസ്ട്രേലിയയുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ ആയ OBAയുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പോസ്റ്റ് BSc കംപ്ലീറ്റ് ചെയ്തത് 2017 ശേഷമാണ് വർക്ക് ചെയ്യുന്നത് UK-ലോ അയർലൻഡ്, കാനഡ, US, സിംഗപ്പൂർ ഓർ സ്പെയിൻ ഈ ഏതെങ്കിലും രാജ്യത്തിൽ രജിസ്റ്റർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ 2017 ശേഷം പോസ്റ്റ് BSc ആണെങ്കിൽ ഞങ്ങൾ ഓസ്ട്രേലിയയുടെ ന്യൂ പാത്വേക്ക് എലിജിബിൾ ആണോ? ഡെഫിനറ്റ്ലി അതൊരു യെസ് തന്നെയാണ്. ബിക്കോസ് മെയിൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് ആപ്ര കൺസിഡർ ചെയ്യുന്നത് ബാച്ചിലേഴ്സ് ആയിരിക്കും. ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇയർ ഓഫ് കംപ്ലീഷൻ പോസ്റ്റ് BSc ഓർ ബാച്ചലർ ഓഫ് നഴ്സിംഗ് അത് ഈക്വലൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇയർ ഓഫ് കംപ്ലീഷൻ പോസ്റ്റ് BScയുടെ ആണ് അവർ നോക്കുക. GNM 2017 മുമ്പാണെങ്കിലും കുഴപ്പമില്ല. പോസ്റ്റ് BSc 2017 ജനുവരി ഓർ അതിനുശേഷം കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങളും ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേക്ക് എലിജിബിൾ ആണ്. ഡെസ്മ ത്രൂ ഒത്തിരി നഴ്സസ് അങ്ങനെ ആപ്ര രജിസ്ട്രേഷൻ വിതൗട്ട് എക്സാമിനേഷൻ എടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേ വഴി രജിസ്ട്രേഷൻ എടുക്കുന്ന ഒരു നഴ്സിന് ഇംഗ്ലീഷ് സ്കോർ നിർബന്ധമാണോ? ഇതിൻ്റെ ഒരു ആൻസർ കേസ് മാനേജർ ആണ് പറയുക. എന്നാലും നിങ്ങൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഓസ്ട്രേലിയയുടെ ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു സ്കോർ ഉണ്ടായിരുന്നുവെങ്കിൽ അത് എക്സ്പയർ ആയി പോയിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ആപ്ര രജിസ്ട്രേഷൻ്റെ സമയത്ത് ചിലപ്പോൾ സ്കോർ വേണ്ടി വരില്ല. ഒരു 99% ആപ്രയുടെ കേസ് മാനേജർ വേവ് ഓഫ് ചെയ്ത് തന്നെയാണ് തരിക. ബട്ട് കേസ് മാനേജർ പറയുകയാണ് നിങ്ങൾ 2ാമത് എക്സാം അറ്റൻഡ് ചെയ്യണം. അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. ബട്ട് ഓൾറെഡി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അവിടുത്തെ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്കോർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓസ്ട്രേലിയയുടെ സ്കോറിന് ഇക്വലൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ ആപ്ര രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടി വരികയില്ല. OET ആണ് അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റൈറ്റിങ്ങിന് C+ ആൻഡ് അതർ മൊഡ്യൂൾസ് B വേണം. PT ആണെങ്കിൽ റൈറ്റിങ്ങിന് 56ഉം അതർ മൊഡ്യൂൾസ് B വേണം. അതല്ല IELTS ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ റൈറ്റിങ്ങിന് 6.5ഉം അതർ മൊഡ്യൂൾസ് 7ഉം വേണം. 1 ഇയർ ക്ലബിംഗ് ആപ്ര അലോ ചെയ്യുന്നതാണ്. സോ ഈ ഒരു റിക്വയർമെൻറ്റിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആപ്രയുടെ ഈ സ്കോർ ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നതെങ്കിൽ അത് വാലിഡിറ്റി കഴിഞ്ഞുവെങ്കിൽ കൂടി നിങ്ങൾക്ക് വേവ് ഓഫ് ചെയ്ത് തരാനുള്ള ചാൻസസ് വളരെയധികം ഹൈ ആണ്. ഒത്തിരി നഴ്സസിന് അതുപോലെ തന്നെ സ്കോർ വേവ് ഓഫ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 2017 മുമ്പാണ് ബാച്ചലർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെയുള്ള നഴ്സസിന് ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേക്ക് എലിജിബിലിറ്റി ഉണ്ടോ? അങ്ങനെയുള്ള നഴ്സിന് ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേക്ക് എലിജിബിലിറ്റി ഇല്ല. കാരണം ആപ്ര പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 2017 ശേഷം ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈ പറഞ്ഞ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ RN എക്സ്പീരിയൻസ് 1 ഇയർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ആ ഒരു എലിജിബിലിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സോ അങ്ങനെയുള്ള നഴ്സസ് ആണെങ്കിൽ നിങ്ങൾ OBA പ്രോസസ്സ് ഓസ്ട്രേലിയയുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ ആയ ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റ്, NCLEX RN, OSCE ലാംഗ്വേജ് ടെസ്റ്റ് ഈ 3 ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ആപ്ര രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ. ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേക്ക് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടാവുകയില്ല. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, GNM നഴ്സസ് ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേക്ക് എലിജിബിൾ ആണോ? UK-ലോ അയർലൻഡിലോ കാനഡയിലോ US-ലോ ഒക്കെ വർക്ക് ചെയ്യുന്ന നഴ്സാണ് 2017 ശേഷമാണ് GNM കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെയുള്ളവർ ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേക്ക് എലിജിബിൾ ആണോ? ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേക്ക് ഡിപ്ലോമ നഴ്സസ് എലിജിബിൾ അല്ല. കാരണം ഓസ്ട്രേലിയയുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഡയറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. മിനിമം ലെവൽ 7 ക്വാളിഫിക്കേഷനുള്ള നഴ്സസിനെ മാത്രമാണ് ഓസ്ട്രേലിയ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതായത് ബാച്ചലർ ഓഫ് നഴ്സിംഗ് വേണം. സോ GNMs ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ RN എക്സ്പീരിയൻസും ഉണ്ട് എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടുകയില്ല. ബട്ട് GNMsന് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അവർക്ക് GCAN എന്ന് പറയുന്ന ഒരു ഓൺലൈൻ കോഴ്സ് 6 മാസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. ഓൺലൈൻ കോഴ്സാണ്, നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്യാം.
നിങ്ങൾക്കിപ്പോൾ വർക്ക് ചെയ്യുന്ന ആ സെയിം സ്പെഷ്യലൈസേഷൻ്റെ കോഴ്സ് എടുത്ത് ഓൺലൈനായിട്ട് പഠിക്കാവുന്നതാണ്. ഓസ്ട്രേലിയയുടെ തന്നെയുള്ളൊരു കോഴ്സാണ്, ഓസ്ട്രേലിയയിലെ ടെക്സ് അപ്രൂവ്ഡ് കോഴ്സാണ്. സോ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ ന്യൂ സ്ട്രീം ലൈനിൻ്റെ പാത്വേ വഴി കിട്ടുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡീറ്റെയിൽസ് UK, അയർലൻഡ്, കാനഡ, US, സിംഗപ്പൂർ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് വേണ്ടിയിട്ടാണ്. അതല്ലാത്തവർക്കൊന്നും ന്യൂ സ്ട്രീം ലൈനിൻ്റെ പാത്വേ ആപ്ലിക്കബിൾ അല്ല. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓസ്ട്രേലിയയുടെ ന്യൂ സ്ട്രീം ലൈനിൻ്റെ പാത്വേ വഴി രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ടോ അതല്ലാതെ ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റ് വഴി രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഡെസ്മ ഇൻ്റർനാഷണലിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ അതല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യുകയോ ചെയ്യാം. നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓസ്ട്രേലിയ എന്നുള്ളൊരു ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ഡെസ്മ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.